മധുര പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന വിധം: രണ്ട് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഏത്തപ്പഴം 2 എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ച ശേഷം അത് നന്നായിട്ട് മിക്സി ജാറിലിട്ട് അരയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ മുളക്, പച്ചമുളക്, ഉപ്പ് അതിൻ്റെ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം, ഇതെല്ലാം കൂടെ വെച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അതിലേക്ക് ശർക്കര പാനിയോ ശർക്കരയോ ഡയറക്റ്റായിട്ട് ഇടാം. ഞാനിവിടെ ശർക്കര പാനിയാണ് ഒഴിച്ചേക്കുന്നത്. ശർക്കര പാനി ഒഴിക്കുന്നു. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വേണ്ടത്: തേങ്ങ ഞാൻ 2 തേങ്ങയാണ് എടുത്തത്. 2 തേങ്ങ, കടുക് ആൻഡ് ജീരകം, ഇതെല്ലാം കൂടെ അരയ്ക്കുക. ഒത്തിരി നൈസായിട്ട് അരയ്ക്കേണ്ട, ചെറിയൊരു മീഡിയത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയായിട്ട് നന്നായിട്ട് അരച്ച ശേഷം പൈനാപ്പിളിലേക്കിട്ട് നന്നായിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് മാറ്റി വെക്കുക. കാരണം ചൂടോടെ നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിക്കാൻ പറ്റില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടിക്കകത്ത് കുറച്ച് കടുക്, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടെ വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം ഇടരുത്. പിന്നെ കുറച്ച് വേവിച്ച് വെച്ച പൈനാപ്പിളിലേക്ക് തണുത്തതിന് ശേഷം പുളി കുറഞ്ഞ തൈര് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് ഇപ്പോൾ പറഞ്ഞ വറുത്ത് വെച്ച സാധനം ഇടുക. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് 2 സ്പെഷ്യൽ സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് തേങ്ങ കുറച്ച് നല്ല പഴുത്ത മുന്തിരിയും കൂടെ. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.